തൻ്റെ ജീവിതത്തിലെ പുതിയ സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞുള്ള മാളവിക കൃഷ്ണദാസിൻ്റെ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. തേജസ്സിനും കുടുംബത്തിനുമൊപ്പമായി തിരുപ്പതിയിലേക്ക് പോയതും മകളുടെ മുടി കടഞ്ഞതിനെക്കുറിച്ചുമായിരുന്നു പുതിയ വ്ലോഗ്. മൊട്ടയടിക്കുന്നത് മുടി വളരാനൊന്നുമല്ല, ഇത് കംപ്ലീറ്റ്ലി പേഴ്സണൽ ചോയ്സാണ്. ആരും തെറ്റിദ്ധരിക്കരുതെന്ന് കരുതിയാണ് ആദ്യമേ ഇത് പറയുന്നതെന്നായിരുന്നു മാളവിക പറഞ്ഞത്. ലോഞ്ചിൽ കയറാൻ പൈസയില്ല, പൈസയുള്ള ഭാര്യ തരുന്നില്ല എന്നായിരുന്നു തേജസ് പറഞ്ഞത്. അച്ഛൻ്റെ എയർഫോഴ്സ് ഓർമ്മകൾ അയവിറക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുറച്ചൊക്കെ എന്നായിരുന്നു കമൻറ്റ്. ജോലിയുള്ളത് കാരണം അന്ന് അധികം കൂടെ നിൽക്കാനായിട്ടില്ലെന്നായിരുന്നു തേജസിൻ്റെ അമ്മ പറഞ്ഞത്. തമിഴ്നാട്ടിലെ ഭക്ഷണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ ഞാൻ വെജിറ്റേറിയൻ കഴിക്കാറില്ല, പക്ഷേ ഇവിടെ വന്നാൽ കഴിക്കുമെന്നായിരുന്നു തേജസ് പറഞ്ഞത്. നമുക്കിവിടെ സെറ്റിലായാലോ വിനീത് ശ്രീനിവാസനെ പോലെ എന്നും മാളവിക ചോദിക്കുന്നുണ്ടായിരുന്നു. തേജസിൻ്റെ അച്ഛനും അമ്മയും മാളവികയുടെ അമ്മയുമായിരുന്നു യാത്രയിൽ കൂടെയുണ്ടായിരുന്നത്. ചെന്നൈ വരെ ഫ്ലൈറ്റിലും പിന്നീട് കാറിലുമായിരുന്നു യാത്ര. എല്ലായിടത്തും നല്ല വൃത്തിയുണ്ട്, അതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു പോസിറ്റീവ് എനർജിയുണ്ട്. അവിടെയുള്ള ഒരാൾ വന്ന് റൂമിൽ നിന്നാണ് ഗുൽസുവിൻ്റെ മൊട്ടയടിച്ചത്. അവൾ കരച്ചിലൊക്കെയായിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുത്തിരുന്നില്ല. അതുകഴിഞ്ഞാണ് മകൾക്ക് കൂട്ടായി അച്ഛനും മൊട്ടയടിച്ചത്. തോന്നിയാൽ മൊട്ടയടിക്കുമെന്ന് തേജസ്സേട്ടൻ പറഞ്ഞിരുന്നു. കുട്ടി കരഞ്ഞതുകൊണ്ടും തൻ്റെ നേർച്ചയായതുകൊണ്ടും എന്നെ ഞെട്ടിച്ച് അമ്മയും മൊട്ടയടിക്കുകയായിരുന്നു. തേജസ്സേട്ടനെ കാണുമ്പോൾ ഗുസ്തിക്കാരനെ പോലെ തോന്നുന്നു എന്നായിരുന്നു മാളവികയുടെ കമൻറ്റ്. ഇത്രയും പേർ മൊട്ടയടിക്കുമെന്ന് ഞാൻ കരുതിയില്ല, ശരിക്കും ഷോക്കായിരുന്നു. തേജസ്സേട്ടൻ മുടി വളർത്തണം എന്നൊക്കെ പറയുന്നതാണ്. ഇന്നലെ കൂടി ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു. കുട്ടിയുടേത് ഞാൻ നേർന്ന വഴിപാടാണ്, അതിൽ എല്ലാവർക്കും കുറച്ച് വിഷമമുണ്ടെന്ന് മാളു പറഞ്ഞു. അയ്യോ, ഞാൻ എന്തിനാണ് എന്നൊക്കെയായിരുന്നു മനസ്സിൽ. പൊതുവെ അങ്ങനെയുള്ള വലിയ വഴിപാടുകളൊന്നും നേരാറില്ല ഞാൻ, പക്ഷേ ഇത് പറഞ്ഞുപോയി. അങ്ങനെയാണ് കുട്ടിയുടെ കൂടെ ഞാനും ചെയ്യാമെന്ന് തീരുമാനിച്ചത്. മാളു സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ വന്ന് ചെയ്യാമെന്നായിരുന്നു മനസ്സിൽ. പിന്നെ അത് ഇപ്പോഴങ്ങ് ചെയ്തു. കുട്ടി കരയുകയും കൂടി ചെയ്തപ്പോൾ എന്തായാലും ചെയ്യുമെന്ന് ഉറപ്പിച്ചു എന്നായിരുന്നു അമ്മയുടെ മറുപടി. അമ്മേ, ചെയ്യരുത്, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. പിന്നെ അമ്മയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാനായിട്ട് എന്തിനാണ് ബ്ലോക്ക് ചെയ്യുന്നത്? അമ്മ ചെയ്യാൻ റെഡിയായിരുന്നു, അത് നടക്കട്ടെ എന്ന് വിചാരിച്ചു.